വെളിമുക്ക് പാലക്കൽ പ്രദേശത്തെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രിയങ്കരനായി മാറി. താൻ ഒത്തുകൂടുന്ന ഏതു വേദിയും ധന്യമാക്കുന്നതിൽ മുഹമ്മദിൻ്റെ മികവ് വേറിട്ടതു തന്നെയാണ്. തൻ്റെ സംസാരവും നടത്തവും പാട്ടും പ്രവർത്തനവും കൂട്ടാളികൾക്ക് ഉത്തേജകമാകാറുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ ഭീമമായ വിലക്കയറ്റം ഒരു ഭാഗത്ത് ജനങ്ങളെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് CPM-ന്റെയും അതുപോലെ തന്നെ അവരുടെ യുവജന സംഘടനകളുടെയും അക്രമ രാഷ്ട്രീയം മറുഭാഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ തൊഴിലാളി വർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന CPM നമുക്കറിയാം, പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ അവര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായിസം എല്ലാവരും പത്രത്തിലൂടെ മറ്റുമൊക്കെ നമ്മൾ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും മതരംഗത്തും എന്നു വേണ്ട വാണിജ്യരംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ MSF-ൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ചെസ്സ് പോലുള്ള വിനോദങ്ങളിലാണ് സമയം കണ്ടെത്താറുള്ളത്. തൻ്റെ കളിത്തോഴനായ സെയ്തലവിയുടെ പ്രഥമ ഏറ്റുമുട്ടലിൽ തന്നെ ഞങ്ങൾ രണ്ടാളും ജയിച്ചു എന്ന് പറഞ്ഞ് അപരനെ നിരുത്സാഹപ്പെടുത്താതെയുള്ള വീക്ഷണം മഹത്വമാണ്. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പിതാവിൻ്റെ അമ്മാവനും പ്രായാധിക്യത്തിനും സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ നാട്ടുകാരുടെ പ്രിയപ്പെട്ട പുതിയ പറമ്പൻ മുഹമ്മദ്ക്കയാണ് വാണിജ്യരംഗത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. വെളിമുക്ക് പ്രദേശത്തുകാരുടെ പൊതു മാർക്കറ്റായ ചേളാരി ചന്തയിലാണ് തുടക്കമിട്ടത്. പിന്നീട് ഖദീജ ഫാബ്രിക്സിൽ നീണ്ട ദശവത്സരക്കാലം ഹംസാജിയുടെ വെളിമുക്കും നാട്ടുകാരുടെ മയമാക്കയും. നാട്ടിലുള്ള പല സഹോദരിമാരും സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പോകാറുള്ളത് ഖദീജയിലേക്കാണ്. എല്ലാവരുടെയും സമാധാനം മുഹമ്മദ്ക്കയുണ്ടല്ലോ, പേരിൽ കുണ്ടിൽ മുഹമ്മദാണെന്നും എന്നും അദ്ദേഹം കുന്നുമ്മലാണ്. രാഷ്ട്രീയ രംഗത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്ന മുഹമ്മദ് നേതാക്കൾക്ക് പോലും ആവേശമാകാറുണ്ട്. വളരെ ആഹ്ലാദത്തോടെ കൊടി തോരണങ്ങൾ അലങ്കരിക്കുന്നതിൽ ശ്രദ്ധാലുവായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഖദീജ ഫാബ്രിക്സിൽ നിന്നും ഒരു സുപ്രഭാതത്തിലാണ് തിരുപ്പൂരിലേക്ക് തട്ടകം മാറ്റിയത്. തിരുപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് തന്നെ ഖായിദ മില്ലത്ത് റീഡേഴ്സ് സ്ക്വയറിൻ്റെ സമൂഹ നോമ്പ് തുറക്കും SKSSF-നെ പോലുള്ള സമ്മേളനത്തിനും മാത്രമായി തീരുന്നു. വീട്ടുകാർ തന്നെ വന്നതറിയുന്നത് കൂട്ടാളികളോട് ചോദിച്ചിട്ടെന്നായി. ഒരു പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജോലിസ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് വന്നയാളെ കാണാതായപ്പോൾ വീട്ടുകാർ കൂട്ടുകാരോടും കൂട്ടുകാർ വീട്ടുകാരോടും അന്വേഷിച്ചിട്ട് ആളെ കാണുന്നില്ല. അപ്പോൾ ഒരു പ്രമുഖ നേതാവിൻ്റെ ഇലക്ഷൻ പ്രചരണ സ്ഥലത്ത് വണ്ടി ഇറങ്ങി അവരോടൊപ്പം നടക്കുകയാണ് അദ്ദേഹം.
ടൂർ എന്നും മുഹമ്മദിന് ഹരമാണ്. സിയാറത്ത് ടൂറിന് വളരെ ചെറുതിൽ പോയിട്ടുണ്ട്. ഉറുങ്ങൽ ബഷീറാണ് പ്രധാന കൂട്ടുകാരൻ. മറ്റ് പല സഹയാത്രികരും ഉണ്ടാകാറുണ്ട്. മൈസൂരിലെ യാത്ര വളരെ രസാവഹമായിരുന്നു. തർക്കവും കുസൃതിയും ടൂറിൽ മൂപ്പർക്ക് ഹരമാണ്. മസ്അലകളും രാഷ്ട്രീയവും ഒക്കെ ചർച്ചയിൽ കടന്നുവരും. വായിച്ചാൽ യാത്രയിലുണ്ടായിരുന്ന അശ്രദ്ധ കൂട്ടുകാരെ ഞെട്ടിച്ചിട്ടുണ്ട്. കൂട്ടുകാർ ഞെട്ടി അദ്ദേഹം നിന്നിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തപ്പോഴാണ് സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയത്. പതിവ് ചിരിയിൽ ഒതുക്കലാണെല്ലാം. അദ്ദേഹത്തിന് ഏറ്റവും ഹരമായത് ഊട്ടി യാത്രയാണ്. ആനക്ക് കലി കയറിയതിനേക്കാൾ പാലക്ക് കലി കയറിയതാണ് ഹരത്തിൻ്റെ ഹേതു. പാലയെ ചൂടാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഭയങ്കരമാണ്. ഇങ്ങനെയൊക്കെയുള്ള മുഹമ്മദിനെ യാത്രയിൽ ലഭിക്കുക എന്നത് ഡൽഹിയിലേക്ക് യാത്ര പോകുന്നവരുടെ മനസ്സിലിരുപ്പായിരുന്നു. അതിനെന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലായി മാറിയത്. കാരണം മുസ്ലിം ലീഗിൻ്റെ പല വേദികളിലും കേട്ടതാണ് അലിഗർ, താജ്മഹൽ, ചെങ്കോട്ട, കുത്തബ് മീനാർ എന്നത്. ഇത് കാണാനുള്ള സുവർണാവസരം ഒരിക്കലും പാഴാക്കിക്കൂടാ. CHനെയും സീതി സാഹിബിനെയും ഓർത്ത പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്രാസംഘത്തിൽ പല തമാശകൾ ഉണ്ടായിട്ടുണ്ട്. ട്രെയിൻ യാത്രയിലുണ്ടായത് ഒന്ന് നോക്കടാ. വോട്ടർക്ക് ഐഡന്റിറ്റി കാർഡ്. ആ ഫോട്ടോ എന്താണ് പൈസക്ക് ഐഡന്റിറ്റി കാർഡ് ഇടേ. എല്ലാവരും കൂടി നമുക്ക് ഉണ്ടാവില്ല. നാടൻ തനി നാടൻ സാധനമാണ്. ഇത് നാടൻ സാധനത്തിന് ഇപ്പൊ രസം പറയാം. അപ്പം നിലവിൽ വന്നാണെങ്കിലേ ഞാൻ മാത്രമല്ല